ഇവിടെ ചേതന ആഭാസമുണ്ട്. എന്നുവെച്ചാൽ ചേതനത്തിന്റെ പ്രതീതിയുണ്ട്, ചൈതന്യ പ്രതീതിയുണ്ട്, തന്നെ ചേതനനായി അറിയുന്നു. ഒരു ജീവൻ തന്നെ അറിയുന്നത് ചേതനായിട്ടാണ്. അപ്പൊ ചേതന പ്രതീതിയുണ്ട്, അവിടെ ജഡപ്രതീതിയുണ്ട്. ഞാൻ ചേതന സ്വരൂപനാണ്, പക്ഷെ ഈ എന്റെ മുമ്പിലിരിക്കുന്ന ഈ വസ്തുക്കളെല്ലാം ജഡങ്ങളാണ്. മേശ ജഡമാണ്, പുസ്തകം ജഡമാണ്. അപ്പോൾ തന്നെ സംബന്ധിച്ച് തനിക്ക് ചേതന പ്രതീതിയുണ്ട്, ജഡപ്രതീതിയുണ്ട്. രണ്ടും ആഭാസമാണ്. രണ്ടിനും തുല്യസ്ഥാനം തന്നെ. രണ്ടും ചിത്തിന്റെ ആഭാസമാണ്, തുര്യന്റെ ആഭാസമാണ്. തുര്യന്റെ രണ്ട് കിരണങ്ങളാണ്, രണ്ട് രൂപത്തിലാണ്. സൂര്യന്റെ പ്രകാശം പല വർണ്ണത്തിൽ കാണുന്നുണ്ടല്ലോ, ഒരു വർണ്ണത്തിലല്ല, പല വർണ്ണത്തിൽ, സപ്തവർണ്ണങ്ങളിലും കാണുന്നുണ്ട്. അതുപോലെ ചേതനന്റെ ആഭാസം ആയിരിക്കുന്നു ഈ ചൈതന്യവും ഈ ജഡയും. ഈ ചേതനായ ഞാൻ, ജഡമായ എന്റേത്, ഇത് രണ്ടും അനാത്മത്വ ലക്ഷണം. അതിൽ ആ ചേതന പ്രതീതിയെ ഞാൻ പറയുന്നു ആത്മാവ് എന്ന് പറയുന്നു. അചേതന പ്രതീതിയെ ഞാൻ പറയുന്നു അനാത്മാവ്. ഇത്രയേ ഉള്ളൂ ആത്മാവ് അനാത്മാവെന്ന് പറഞ്ഞു. ഒരേ ഒരു ചൈതന്യം അതിന്റെ ശക്തിവിശേഷം കൊണ്ട്, അതിന്റെ ആഭാസവിശേഷം കൊണ്ട് ചേതനനായി ആഭാസിക്കുമ്പോൾ, പ്രകാശിക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് ഇത് ചൈതന്യമാണ്, അല്ലെങ്കിൽ ഇത് ചൈതന്യം ഉള്ളതാണ്. അതിന്റെ തന്നെ മറ്റൊരു ആഭാസവിശേഷം കൊണ്ട് അത് നാമരൂപാത്മകമായി പ്രകാശിക്കുമ്പോൾ നമ്മൾ ഇത് ജഡമാണ്. ചേതനാജാതനാഭാസം ആത്മാനാത്മത്വ ലക്ഷണം, ആത്മാവായും അനാത്മാവായും. അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ വാസ്തവത്തിൽ ചിത്തും ജഡവും അങ്ങനെ രണ്ടില്ല, ഒന്നേ ഉള്ളൂ. രണ്ടായിട്ടൊന്നും പിരിക്കാൻ വയ്യ. ഇങ്ങനെ പ്രതീതമാകുന്നുണ്ടെങ്കിലും കാര്യകാരണരൂപേണ മിഥു അപേക്ഷാശയം തമ, കാര്യകാരണ രൂപത്തിൽ ഇതിങ്ങനെ പ്രതീതമാകുന്നു. നേരത്തെ പറഞ്ഞല്ലോ, അതിസൂക്ഷ്മമായ തന്മാത്രകൾ, അവിദ്യാരൂപങ്ങളായ ഭൂതങ്ങളെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഇതെല്ലാം, ഈ ശരീരം ഉൾപ്പെടെയുള്ള ഈ പ്രപഞ്ചം, ഇതെല്ലാം കാര്യകാരണ രൂപത്തിൽ, ആത്മാനാത്മത്വ രൂപത്തിൽ ഈ പ്രകടമാകുന്നത് ചേതനത്തിന്റെ ആഭാസമാണ്. ചേതനാചേതനാഭാസം. ആ ചേതനം തന്നെ ആഭാസം കൊണ്ട് സ്വയം അചേതനമായി വരുന്നു. മിഥ അപേക്ഷാശ്രയം. ഇത് പരസ്പരം, കാര്യകാരണങ്ങൾ പരസ്പരം ആശ്രയിക്കുന്നുണ്ടല്ലോ. ഒന്നിൽ നിന്നൊരു കാര്യം വരുമ്പോഴേ നമുക്കതിനെ കാരണമെന്ന് പറയാൻ പറ്റും. ആ കാരണത്തെ ആശ്രയിച്ചു വരുന്നതുകൊണ്ടാണ് അന്യതിനെ കാര്യമെന്ന് പറയുന്നത്. വാസ്തവത്തിൽ പരസ്പരം ആശ്രയിക്കുന്നതാണ്. തമഹ, തമസാണ്. മുമ്പ് മായ എന്ന് പറഞ്ഞവരിവിടെ പറയുന്നത് തമസാണ്. മായ, തമസ് എന്നെല്ലാം പറയുന്നത് സാങ്കേതികമായി അദ്വൈതത്തിൽ വേറെ വേറെയൊക്കെ വ്യാഖ്യാനിക്കും. ഇവിടെ പൊതുവായി പറയുന്നു. ഇവിടെ പറയുന്നു ചിദാഭാസ വൈശിഷ്ട്യം, അനേക രൂപബന്ധം സ്വഭാവം വിശദീകുർവാണ ചിദാഭാസ വൈശിഷ്ട്യം. ഇത് ചിദാഭാസ വൈശിഷ്ട്യം. അപ്പോ ചൈതന്യം ഒന്ന് വേറെയാണ്, ജഡം മറ്റൊന്ന് വേറെയാണെന്ന് നമുക്ക് അനുഭവം ഉണ്ടെങ്കിലും, ഞാൻ ചേതനാണ്, ശരീരം ജഡമാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിലും, ഇതാ ചിത്തിന്റെ തന്നെ ആഭാസ വൈശിഷ്ട്യമാണെന്നാണ് പറയുന്നത്. ആ ചിത്ത് തന്നെ ഇങ്ങനെ. അപ്പം ഇവിടെ ചിത്തെന്നും ജഡമെന്നൊന്നും വേർതിരിക്കാൻ കഴിയില്ല ആത്യന്തികമായിട്ട്. സ്ഥൂലമായ രീതിയിലുള്ള വിശദീകരണങ്ങളാണ്.
അങ്ങനെ വിശദീകരിക്കുന്ന അസംബന്ധമെന്നല്ല, പരമാർത്ഥത്തെ ആദ്യമേ പറഞ്ഞാൽ നമുക്കത് ഗ്രഹിക്കാൻ പ്രയാസം വരും. അതുകൊണ്ട് ആ പരമാർത്ഥത്തിലേക്കുള്ള ഉപായം എന്നുള്ള നിലയ്ക്ക് ആദ്യം ചിത്രിന്നത്, ജഡമിന്നത് എന്നെല്ലാം വിശദീകരിക്കും. ആത്യന്തികമായിട്ട് എന്താണ് ഇത് രണ്ടും? ചേതനാഭാസം, ചിദാഭാസ വൈശിഷ്ട്യം. രണ്ടും ആ ചിത്തിന്റെ തന്നെ ആഭാസം. ഒരേ ഒരു സത്യത്തിന്റെ പ്രകാശമാണ്. നല്ല അദ്വൈതം സിദ്ധിക്കും. അല്ല ഇവിടെ രണ്ടുണ്ടായ അദ്വൈതം പറയാൻ പറ്റും? ഇല്ല. അതാണ് സത്യം, ഇതാണ് പരമാർത്ഥം. ഇതിനെ ഏതെല്ലാം തരത്തിൽ വ്യാഖ്യാനിച്ചാലും ഇതിനെന്തെല്ലാം ഭാഷ്യങ്ങളുണ്ടാക്കിയാലും പരമാർത്ഥം ഇതാണ്. എന്താണ്? ഒരു ചിത്ത്. അത് സ്വാനുഭവമാണ്. ഇതൊരു ശാസ്ത്രത്തിൽ പറയുന്നത് സ്വന്തം അനുഭവമാണ്. ഓരോ ജീവന്റെയും അനുഭവമാണ്. എന്താണ്? ആ ചിത്ത് തന്നെ ഇങ്ങനെ പ്രകാശിക്കുന്നു. ആ ചിത്തിൽ വെളിവാകുന്നതാണ് ചിത്തും ജഡവും എല്ലാം. അപ്പോൾ അത് ആ ചിത്ത് തന്നെയാണ്, മറ്റൊന്നല്ല. കാര്യകാരണതാം യാതാത്മാപ്യവം തമോ വശാത്. ഈ ആഭാസ വിശേഷം കൊണ്ട് ഇത് നമുക്ക് പെട്ടെന്ന് പിടികിട്ടുന്നില്ല. പിടികിട്ടാത്തതുകൊണ്ടാണ് ഇതിന് തമസ്സെന്ന് പറയുന്നത്. പിടികിട്ടിയാൽ പിന്നെ ഇത് തമസ്സല്ല. ഇത് കരതലാമലകം പോലെ സ്പഷ്ടമെന്ന് പറയും. ഉള്ളം കയ്യിലെ നെല്ലിക്ക പോലെ സ്പഷ്ടമാകേണ്ട കാര്യമാണ്, സ്പഷ്ടമാകുന്ന കാര്യമാണ്. പക്ഷെ അത് സ്പഷ്ടമാകുന്നില്ല, എനിക്കത് മനസ്സിലാകുന്നില്ല, എനിക്ക് പിടികിട്ടുന്നില്ല, എനിക്കറിയാൻ കഴിയുന്നില്ല എന്ന് പറയുന്നുകൊണ്ടാണ് പറയുന്നത് എന്താണ്? ഇത് തമസ്സാണ്. കാര്യകാരണതാം യഥാ ആത്മാ. ആരാണ് ഇത് ശ്രവിക്കുന്നവൻ, ആരാണ് ഇതിനെക്കുറിച്ച് മനനം ചെയ്യുന്നവൻ? അവൻ തന്നെ. കാരണം അവന്റെ ആത്മാസ്വരൂപം എന്ന് പറയും. അവൻ തന്നെ ഇതായി മാറിയിരിക്കും. ഇതെന്താ മനസ്സിലാക്കാൻ പ്രയാസം? തമോവശ. അങ്ങനെ മാറിയതായി അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ പറയുക അവിടെ തമസ്സുണ്ട്. അല്ല, ഇത് ആ ആത്മാ തന്നെയാണ് നാനാരൂപത്തിൽ നിൽക്കുന്നത്. അക്കാര്യത്തിൽ തനിക്കൊരു സംശയം ഇല്ലെങ്കിൽ പിന്നെ അവിടെ തമസ്സില്ല. സ്വാഭാസൈർ ബഹുതാമീതി. വീണ്ടും പറയുന്നു സ്വാഭാസൈഹി. അതിന്റെ തന്നെ ആഭാസമാണ്. ആഭാസം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുന്നു. സൂര്യഗോളവും അതിന്റെ പ്രകാശവും പോലെ, അഗ്നിയും അതിന്റെ നാളങ്ങളും പോലെ, അതാണ് ആഭാസം. ഇതെല്ലാം തമ്മിലുള്ള പരസ്പര ബന്ധം അത്രയേ ഉള്ളൂ. ചിത്തെന്നും ജഡമെന്നും എല്ലാം പറയുന്നതിന്റെ പരസ്പര ബന്ധം അതുപോലെയാണ്. സ്വാഭാസഹി. ഈ പ്രജ്ഞാനത്തിൽ നിന്ന്, പ്രജ്ഞാനഘനമായിരിക്കുന്ന തന്നിൽ നിന്ന് ഉണ്ടാകുന്ന എല്ലാ പ്രജ്ഞാനം തന്നെ മറ്റെന്തുണ്ടാകും? സമുദ്രത്തിൽ നിന്ന് ഉയരുന്ന നുരയായാലും പതയായാലും തരംഗമായാലും തിരയായാലും എന്തായാലും അത് ജലം തന്നെയാണ്. ചോദിക്കൂ, അത് ജലം തന്നെയാണെങ്കിൽ അത് പിന്നെ ഇങ്ങനെ തിരയായും നുരയായും ഒക്കെ എന്താ വരുന്നുണ്ട്? തനിക്കെന്താ നഷ്ടം? തനിക്ക് വല്ല നഷ്ടമുണ്ടോ അങ്ങനെ വരുന്നതിന്? ചോദിച്ചതൊന്നും എന്തോ തനിക്കെന്തോ വലിയ നാശം വരുന്നു. സമുദ്രത്തിൽ തിരകൾ വരുന്നുകൊണ്ട് എന്താ നഷ്ടം? സമുദ്രത്തിന് വല്ല നഷ്ടമുണ്ടോ? കാണുന്ന നിനക്ക് വല്ല നഷ്ടമുണ്ടോ? അതിന്റെ സ്വഭാവം അതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ചോദിക്കുന്ന കേട്ടാൽ എന്തോ അബദ്ധം പറ്റിയതുപോലെ തോന്നും. സമുദ്രത്തിൽ തിരയുണ്ടായി എന്തോ ഒരു വലിയ അബദ്ധം സംഭവിച്ചാണ്. ഒരബദ്ധമില്ല, അത് അതിന്റെ സ്വഭാവമാണ്, അത് സഹജമായി സംഭവിക്കുന്നു. ഒന്നതിന്റെ സ്വഭാവമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ചോദ്യം ചോദിച്ചിട്ട് വല്ല അർത്ഥമുണ്ട്? ഇവനെന്താ ഇങ്ങനെ ആയിപ്പോയതോ? അവന്റെ സ്വഭാവമാണ്, പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ട്? അവനെ പഴിച്ചിട്ട് കാര്യമുണ്ട്? സ്വഭാവം എന്ന് പറഞ്ഞാൽ പിന്നെ സമാധാനം വരും. ഇനി അവൻ ശരിപ്പെടത്തില്ല. എന്തുകൊണ്ടത് അവന്റെ സ്വഭാവമാണ്. പിന്നെ ആരെങ്കിലും അതിനെക്കുറിച്ച് പരിതപിക്കാറുണ്ടോ? ഇല്ല. അഗ്നി എന്താ ചൂടായിരിക്കുന്നത്? അതെന്റെ സ്വഭാവമാണ്. ആരെങ്കിലും നിലവിളിക്കാറുണ്ടല്ലോ, അഗ്നി ഇങ്ങനെ ചൂടായി പോയല്ലോ, അതങ്ങനെ ആകാൻ പാടില്ല, അതിന് ഹിമം ഇങ്ങനെ ശീതമായി പോയല്ലോ, ആരെങ്കിലും അതിന് പരാതിപ്പെടാറുണ്ടോ? വസ്തു സ്വഭാവത്തിൽ
ആർക്കെങ്കിലും ചോദ്യം ചോദിച്ചിട്ടോ പരാതിപ്പെട്ടിട്ടോ കാര്യമുണ്ടോ? അങ്ങനെ ആയതെന്തെന്ന്. അതുപോലെ ചിത്തിന്റെ ആഭാസമാണിത്. അതിനെക്കുറിച്ച് എന്താ ചോദിക്കാൻ? അതെന്താ പരാതിപ്പെടാൻ എന്താ ഉള്ളത്? അതാണെന്ന് ബോധ്യം വരുന്നവൻ. അതാണ് ഇവിടെ പറയുന്നത് എന്താണ്? സ്വഭാസീർ ബഹുതാമേരി. ആ ചിത്തിന്റെ തന്നെ ആഭാസമാണ്. അതുകൊണ്ട് ബഹുത്വം വരുന്നു മനോബുദ്ധ്യാദ്യുപാധിഭി. മനോബുദ്ധ്യാദ്യുപാധികളെ കൊണ്ട്. അതുകൊണ്ട് ഇതിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടോ ആക്ഷേപങ്ങൾ പറഞ്ഞിട്ടോ അത് സംഭവിക്കാൻ പാടില്ലാത്തതാണ് എന്ന് പറയാം. വലിയ സാമർഥ്യം പോലെ ചോദിക്കാറില്ലേ? അങ്ങനെ ചിത്ത് അത് ഏക സ്വഭാവമാണ്, സച്ചിദാനന്ദമാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ അതിൽ നിന്ന് ഇതെല്ലാം എങ്ങനെ ഉണ്ടായി എന്നാണ് ചോദിക്കുന്ന ചോദ്യം. കേട്ടാൽ ഇവനെന്തോ നഷ്ടമുണ്ടായി എന്നുള്ളതാണ്. തനിക്കെന്താ അതുകൊണ്ട് നഷ്ടം? ചിത്തിൽ നിന്നതെല്ലാം എങ്ങനെ പ്രകടമാകുന്നതിലെന്താ? ആർക്കാ നഷ്ടം? ചിത്തിനില്ലാത്ത നഷ്ടമാണോ തനിക്ക്? എങ്ങനെയാ വരുന്നത്? അതിലെന്തോ പൊരുത്തക്കേട് തോന്നുന്നത് അത് ചിത്തിന്റെ ആഭാസമാണെന്ന് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഇത് രണ്ടാമത് മറ്റെന്തോ ഒന്നാണെന്ന് ധരിക്കുന്നവനാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. നിർഗുണത്തിൽ നിന്നെങ്ങനെ സഗുണമുണ്ടായി എന്നൊക്കെ ചോദിക്കും. നിർഗുണത്തിൽ നിന്നുണ്ടായി എന്തോ ഒരു രണ്ടാമതൊരു സാധനം ഉണ്ടായി, അതുണ്ടാകാൻ പാടില്ലാത്തതാണ്. ഇങ്ങനെയൊക്കെയുള്ള ചില കൽപ്പനകൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ്, പാഴ്ബുദ്ധി കൊണ്ടാണ് അത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അങ്ങനെ ഒന്നില്ല. ഇവിടെ പറയുന്നു എന്താണ്? സ്വഭാസീർ ബഹുതാമേരി. അതിനെക്കുറിച്ചൊന്നും വെറുതെ ചോദ്യങ്ങൾ ചോദിച്ച് സമയം കളയേണ്ട കാര്യമില്ല. അതിൽ അസ്വസ്ഥനാകേണ്ട കാര്യമില്ല. അതിലെന്തെങ്കിലും യുക്തിഭംഗത്തെ കണ്ടെത്തേണ്ട കാര്യമില്ല. ആ ചിത്ത് തന്നെയാണ് ഇങ്ങനെ ആഭാസിക്കുന്നത്. പിന്നെ എന്തെങ്കിലും ഒരു സമാധാനം കൂടിയേ തീരൂ എന്ന് നിർബന്ധമുണ്ടെങ്കിൽ തമോഹേതു സമുത്ഥാനം ന മിഥ്യാഗ്രഹാത്മകം മിഥ്യാജ്ഞാനം തമക്കുർവത് ഈദൃഗേവ കരുവതി തത്. അല്ലേ? അങ്ങനെയാണ്. ഒരാൾക്കൊരു ദുർവാശിയാണ്. എന്താ? നീ ഇത് ഇങ്ങനെ കിലുക്കി ശബ്ദം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ് കുഞ്ഞിനെ സമാധാനിപ്പിച്ചു. പറഞ്ഞിട്ടുണ്ടല്ലോ മുമ്പ്. അവന് സമാധാനപ്പെട്ടു. അവൻ സമാധാനപ്പെടുന്നില്ല. സമാധാനപ്പെടുത്താൻ ശ്രമിച്ചിട്ട് സമാധാനപ്പെടുന്നില്ല. അത്ര സമാധാനവും വരുന്നില്ല. അവൻ പറഞ്ഞു ശരി, എന്നാൽ നീ ഇനി ശബ്ദം ഉണ്ടായിക്കോ. പറയുന്നു പോരാ, എനിക്ക് ഇന്നലെ ശബ്ദം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അതുപോലെയാണ് ഈ വാശി. അങ്ങനെ ഒരു വാശിയുണ്ടെങ്കിൽ തമോഹേതു സമുദ്ധാനം. നിന്റെ ഈ വാശിക്കൊരു സമാധാനമേ ഉള്ളൂ. എന്താണ്? നിന്റെ തമസ്, നിന്റെ വിവരക്കേട്. അതാണ് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള കാരണം.